എൻ്റെ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ എൻ്റെ ഗുരുദക്ഷിണയെ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ MT വാസുദേവൻ നായർ എന്ന ആ ഒരു എഴുത്തുകാരൻ മമ്മൂട്ടി എന്ന നടനെ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടനെ നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇന്ത്യയുടെ മഹാഭാഗ്യമായിട്ടുള്ള ഒരു നടനും ഒരു എഴുത്തുകാരനും. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്ത്. ആ ഒരു കുറിപ്പിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ചിലരെങ്കിലും പറയാറുണ്ട് MT ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാൻ എന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വയ്ക്കുന്നു. അത്രേ ഉള്ളൂ. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായിട്ട് നടനെ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയ ആളാണ് MT വാസുദേവൻ നായർ. ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകളിലൂടെ, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് എഴുത്തുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും. അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിനിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും വലിയ കൃതി അതേതാണെന്ന്. അത് ഞാൻ ഇനിയും എഴുതാൻ പോകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മഞ്ഞ് പോലെയുള്ള, ചെറുപുഞ്ചിരി പോലുള്ള ഒരുപാട് നല്ല നല്ല കഥകൾ ഇനിയും വരുമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം, ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്കും ഒരു വലിയ നഷ്ടം നമ്മൾ മലയാളത്തിന് നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. മമ്മൂട്ടിയും MT വാസുദേവൻ നായരും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകള് തന്നെ ഒരു ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. അച്ഛനെന്തോ ഒരു പ്രത്യേക ഒരു വാത്സല്യമുണ്ട് മമ്മൂക്കയുടെ അടുത്ത്. അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കല്യാണ നിശ്ചയത്തിന് മദിരാശി വെച്ചായിരുന്നു. 10-40 ആളുകളേ ഉള്ളൂ. മമ്മൂക്കേനെ മാത്രമാണ് വിളിച്ചത്. സിനിമ ഫീൽഡിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ അങ്കിളും മമ്മൂക്കയും മാത്രമാണ് വന്നത്. വേറെ ആരെയും അച്ഛൻ വിളിച്ചില്ല. ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും, നീ നോയിക്കോളണം കേട്ടോ, നമ്മുടെ നോയിക്കോളണേ. അപ്പം അത് എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രീക്കും കൂടി ഉണ്ട് മമ്മൂക്കയ്ക്ക്. ഇടയ്ക്കൊരു എന്നെങ്ങനെ ചിലപ്പോൾ വഴക്കൊക്കെ പറയും, നീ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ നിന്നേ കണ്ട് വളർന്നതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. മറ്റുള്ള ആക്ടേഴ്സിനോടുള്ള പോലെയല്ല മമ്മൂക്കയോട് അച്ഛൻ. തീർച്ചയായിട്ടും നമുക്കത് സിനിമകളിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സിനിമയ്ക്ക് ഒരു കഥ എഴുതുമ്പോൾ ഒരിക്കലും ഞാനൊരു കഥാപാത്രത്തെ കണ്ടെഴുതാറില്ല. പക്ഷെ എഴുതി വരുമ്പോൾ അത് മമ്മൂട്ടിയിലേക്ക് എത്തിപ്പോകുന്നു, മമ്മൂട്ടിയിലേക്ക് ചുരുങ്ങുന്നു. മമ്മൂട്ടിക്ക് അത്ര കഴിവുള്ളൊരു മനുഷ്യനാണെന്നാണ് MT പലയിടങ്ങളിലായിട്ട് പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ്. അത്രയും കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ് മമ്മൂട്ടി. ഈ ഒരു വിയോഗം ഒരുപക്ഷെ മമ്മൂട്ടിക്ക് വളരെ താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് എന്ന് ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ലാലേട്ടൻ നേരിട്ടെത്തിയ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുപ്രധാന നിമിഷങ്ങൾ സമ്മാനിക്കാൻ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന നടനെ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി നല്ല നല്ല കഥാപാത്രങ്ങൾ ലാലേട്ടനും മമ്മൂട്ടിക്കും അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും മമ്മൂട്ടിയോടുണ്ട് എന്നുള്ള കാര്യം ഈ പകല് പോലെ സത്യമായിട്ടൊരു കാര്യമാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒട്ടനവധി നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട്, ഒട്ടനവധി നല്ല നല്ല കൃതികൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും മരിച്ചു പോയി എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ ഇവിടെയുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ ഒരു സാധനം, അല്ലേ? നമ്മുടെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ് ആനക്കര കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലം. അധികം ദൂരമൊന്നുമില്ല. അത്ര അടുത്തായിട്ട് പോലും നേരിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തറവാട് സന്ദർശിക്കാനുള്ള ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടും നാടൊക്കെ ഒന്ന് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം പോയി. ഓക്കെ, എന്തോട്ടെ. മമ്മൂട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കാണും, കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ്. ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഞാനൊരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ടാലൻ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, വളരെ അകാര ഭംഗിയുള്ള നല്ല പൗരുഷമുള്ള ശബ്ദത്തിനുടമയാണ് മമ്മൂട്ടി.
മമ്മൂട്ടിയുടെ ആ ഒരു സ്റ്റണ്ട് സീനുകളൊക്കെ കാണുന്ന ഏതൊരു വ്യക്തി മനസ്സിലാക്കുക, അദ്ദേഹം ഒരുപാട് നാളായിട്ട് കളരിയെല്ലാം അഭ്യാസിച്ച് അതിനുവേണ്ടി പണിയെടുത്തൊരു മനുഷ്യനാണ്. അത്ര ആകാര വടിവും ശരീര മെയ്വഴക്കവും ഒക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മമ്മൂട്ടി അതിനു വേണ്ടിയിട്ട് കളറിയും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സിനിമയ്ക്ക് വേണ്ടി ഏത് രീതിയിൽ വഴങ്ങാൻ കഴിയുന്ന ഒരു ശബ്ദവും അതിനനുസരിച്ചുള്ള ഒരു ആകാര ഭംഗിയും അദ്ദേഹത്തിനുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമാ മേഖലയിൽ ഇത്രയും നാള് മലയാള സിനിമയുടെ തലതൊട്ടപ്പനായിട്ട് നിലനിൽക്കുന്നത്. അതങ്ങനെ തന്നെ തുടരും. പക്ഷെ MT എന്ന് പറയുന്ന ഈ മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ആ ഒരു കഴിവും കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനിലുണ്ട്. ആ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം വരാനുള്ള പ്രധാന കാരണം രണ്ടുപേരും കർക്കശ സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം MT വാസുദേവൻ അവർ കടന്നു വരുന്ന സമയത്ത് മമ്മൂട്ടി കാലിൽ കാല് കയറ്റി ഇരിക്കുകയായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എങ്ങനെ ബഹുമാനിക്കണം, എന്തു ചെയ്യണം എന്നറിയാതെ അതേ ഇരിപ്പിരുന്നു. പക്ഷേ MT നേരെ വന്ന് മമ്മൂട്ടിയുടെ പോക്കറ്റിൽ നിന്നും കജാവീടി എടുത്ത് വലിച്ചു എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ബന്ധം അങ്ങ് ദൃഢമായി. മമ്മൂട്ടി തന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കൈരളി ചാനൽ കൊടുത്ത ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതാണ്, ഒന്ന് കേൾക്കാം. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു ഒരു ആത്മബന്ധം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിനോട്. ഈ പറഞ്ഞ പോലെ വളരെ കാലം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ MTയുടെ കഥാപാത്രങ്ങളായിട്ട് കുറഞ്ഞ കാലത്തും ആ പ്രായമുള്ള കഥാപാത്രങ്ങളായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും സ്വയം സങ്കല്പിക്കുകയും ആ സംഭാഷണ ശകലങ്ങൾ സ്വയം ഉരുവിടുകയും ഒക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളാണ്. ആണെങ്കിൽ പലപ്പോഴും പ്രതിരോധത്തിന്റെ ഒരു എപ്പോഴും ഇങ്ങനെ മറയുള്ളതാണ്. പക്ഷെ ഞാൻ അതിനെ അതിക്രമിച്ച അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വേലി പിടിച്ച അകത്ത് കടി, ആ വേലിയിനകത്താണ് ഞാനിപ്പോഴും. അതിനകത്ത് നിന്ന് എന്നെ പുള്ളി ഇതുവരെ അടിച്ച് പുറത്താക്കിയിട്ട് MTയെ തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാനാണ് ആഗ്രഹമെന്ന് മമ്മൂട്ടി പലയിടങ്ങളും പറഞ്ഞിട്ടുണ്ട്. MTയുടെ മകളും പറഞ്ഞത് തന്നെയാണ്. ഒരു മകൻ്റെ സ്ഥാനം തന്നെയാണ് മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മകളുടെ എൻഗേജ്മെൻറ്റിന് കല്യാണ സമയത്ത് ഹരിഹരൻ എന്ന് പറയുന്ന തൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് MTയുടെ എല്ലാ കഥകളും സിനിമയാക്കിയപ്പോൾ അതിനെല്ലാം സംവിധായകനായി നിന്ന ഹരിഹരൻ മാത്രമാണ് വന്നിട്ടുള്ളത്. മമ്മൂട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും അത് നിലനിർത്തുക എന്ന് പറയുന്നതും അത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിയുന്നു. ഏറ്റവും അവസാനം പഴശ്ശിരാജയിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയും ഒരു രണ്ടാം ഊഴം ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുമ്പോൾ ആ രണ്ടാം ഊഴവും അസ്തമിക്കുകയാണ്. ഒരു മഞ്ഞുകാലത്ത് അദ്ദേഹം അങ്ങ് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ അതൊക്കെ. മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒട്ടനവധി നല്ല നല്ല സന്ദർഭങ്ങൾ തന്ന മനുഷ്യനാണ് MT വാസുദേവൻ നായർ. മലയാള സിനിമയ്ക്ക് അത്രയധികം സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യനാണ് MT വാസുദേവൻ നായർ. ജ്ഞാനപീഠവും കിട്ടാനിനി പുരസ്കാരങ്ങളൊന്നും ഇല്ല, എല്ലാം കീഴടക്കിയ ഒരു മനുഷ്യൻ. എന്താ മമ്മൂട്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ടെന്ന് കേൾക്കാം. പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. അത് വലിയൊരു ഭയങ്കര കോംപ്ലിമെന്റ്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശേഷം അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഉണ്ടാവും, ഞാൻ ഒക്കെ നന്നാവും അങ്ങനെ പറയുന്ന ഒരു ഗുരുതുല്യ. പിന്നെ ആ സംഭാഷണ രചനയുടെ റിഥം വളരെ എളുപ്പം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളും മമ്മൂക്കയാണെന്ന് അതും അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നു. ആയിരിക്കണം, ആണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് ഈ സംഭാഷണ രീതിയും അദ്ദേഹത്തിൻ്റെ രചനാശൈലിയോടും അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയോടും ഒക്കെയുള്ള ഒരു അടുപ്പവും പരിചയവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ. തീർച്ചയായിട്ടും അദ്ദേഹം കഥ എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിലൂടെ അത് കേൾക്കുന്നു മനസ്സിലെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഏതൊരു കഥാപാത്രത്തിനും കൃത്യമായിട്ട് ജീവൻ നൽകാൻ മമ്മൂട്ടിയെ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള നടന്മാരെ അദ്ദേഹം ചൂസ് ചെയ്യാതിരുന്നത്. എന്നിരുന്നാൽ പോലും മമ്മൂട്ടിയും മോഹൻലാലും ചെയ്ത കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് MTക്ക് ഇനി ഒരു കഥ എഴുതിയാൽ പോലും മറ്റൊരാൾക്ക് അത് അനശ്വരമാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരിക്കലും കലാകാരന്മാർ മരണപ്പെടില്ല. അവരുടെ ഓരോ അവശേഷിപ്പുകൾ, ഓരോ കലാമൂല്യങ്ങൾ അത് എന്നും ചർച്ച ചെയ്യപ്പെടുകയും അതെന്നും ആളുകൾ നോക്കുകയും ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ കൃതികളെല്ലാം, ആ മഹാനായിട്ടുള്ള മനുഷ്യൻ എഴുതിയ എല്ലാ കൃതികളെല്ലാം എന്നും ഇവിടെ കിടക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന നടൻ അനശ്വരമാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കേണ്ടതും ഒരു വിങ്ങലാണ് ഈ ഒരു വാർത്ത പറയുമ്പോൾ. എന്നിരുന്നാൽ ഈ ഒരു മരണം എന്ന വാക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ആ മരണം എന്ന ഒരു സത്യത്തെ തൊട്ടറിയാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. നമ്മളും അതിലേക്ക് എത്തും. അപ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷേ MT എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് ചിലപ്പോൾ മനുഷ്യ ആയുസ് കാലം മുഴുവൻ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ പോലെ അല്ലേ.